നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുമ്പോൾ പലപ്പോഴും പരീശന്മാരെന്നും ശാസ്ത്രിമാരെന്നുമുള്ള വാക്കുകൾ കേൾക്കാറുണ്ടല്ലോ. ശാസ്ത്രി എന്ന് പറഞ്ഞാൽ സ്ക്രൈബാണ്. തിരുവെഴുത്തുകൾ പകർത്തി എഴുതുന്ന ആളുകളെയാണ് സ്ക്രൈബ് അല്ലെങ്കിൽ ശാസ്ത്രി എന്ന് വിളിക്കുന്നത്. ഇത് ഇപ്പോഴുള്ള ഒരു സ്ക്രൈബാണ്. ഇവർ സാധാരണ ഈ തിരുവെഴുത്തുകൾ ചുരുളുകളായിട്ട് പകർത്തി എഴുതുന്നവരായിരുന്നു. ഇപ്പോഴും അവരത് നിലനിർത്തുന്നുണ്ട്. കാരണം അവർ ദൈവവചന ഭാഗങ്ങൾ അവരുടെ ഡോർ പോസ്റ്റ്, അതായത് അവരുടെ കട്ടളക്കാൽമേൽ ഒക്കെ എഴുതി വെക്കാറുണ്ട്. അതിന് മെസൂസ എന്നാണ് പറയുന്നത്. ഈ മെസൂസയ്ക്കകത്ത് ദൈവവചനം എഴുതി വെക്കാറുണ്ട്. ഇങ്ങനെ എഴുതുന്നതിനുള്ള ഉപകരണങ്ങളാണ് ഇതെല്ലാം. അതിനുള്ള മഷി, ഈ മഷി പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കുന്നത്. മാതള നാരങ്ങ, അതുപോലെ നമ്മൾ കുന്തിരിക്കം എന്ന് പറയുന്ന തരത്തിലുള്ള പശ, ഒരു മരത്തിൽ നിന്നുള്ള പശ, അതുപോലെ മരത്തിൽ ഉണ്ടാകുന്ന ഒരു ക്യാൻസർ പോലെ, മരത്തിൻ്റെ കായല്ല ഇത് ആക്ച്വലി മരത്തിലുണ്ടാകുന്ന ഒരു മുഴ, ആ മുഴയ്ക്കുള്ളിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത് എഴുതാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ഇതെല്ലാം. റീഡ് ആണ്. പിന്നെ പാർച്ച്മെൻറ്റിലാണ് ഇത് എഴുതുന്നത്. പാർച്ച്മെൻ്റ് എന്ന് പറയുന്നത് ആടിൻ്റെയോ പശുവിൻ്റെയോ ഒക്കെ സ്കിന്നാണ്. ആ സ്കിന്ന് നാരങ്ങ വെള്ളത്തിലിട്ട് വെച്ച് അത് പാർച്ച്മെൻ്റ് ആക്കി മാറ്റും. ഇതാണ് പാർച്ച്മെൻ്റ്. ഈ പാർച്ച്മെൻറ്റിലാണ് ഇത് എഴുതാറുള്ളത്. Thank you.